ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 NCFനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് കേട്ടറ്റിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് കേട്ടറ്റിന് ഒരുപാട് തവണ ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് NCF എന്നുള്ളത് ആദ്യം ഡിസ്കസ് ചെയ്യാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. ഇത് 2005 നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു NCF എന്താണെന്ന് വെച്ചാൽ ഗൈഡ് ലൈൻ ഡോക്യുമെൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ ഒരു ഗൈഡ് ലൈൻ ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ NCF, അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് സിലബസ് മേക്ക് ചെയ്യാനും ടെക്സ്റ്റ് ബുക്സിനും അതുപോലെ ടീച്ചിങ് പ്രാക്ടീസസിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ഡെവലപ്പിംഗ് ടെക്സ്റ്റ് ബുക്സ്, സിലബസ് ആൻഡ് ടീച്ചിങ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു NCF എന്ന് പറയുന്നത്. ഇത് ഒരുപാട് NCF ഉണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ട് 1975 ഇത് വന്നത്. അതിനുശേഷം 1988, പിന്നെ 2000, പിന്നെ 2005, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് 2023 നമ്മൾ പഠിക്കാൻ പോകുന്നത് 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് NCERT ആണ് കേട്ടോ. അതായത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അടുത്തത് ഇതിൻ്റെ ഹെഡ് ആരാണ്? NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ഹെഡ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ യശ്പാൽ ആണ് കേട്ടോ. പ്രൊഫസർ യശ്പാൽ, ഇതൊക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊഫസർ യശ്പാൽ ആണ് ദ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇത് 2005, അതായത് NCF 2005 ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പ്രൊഫസർ യശ്പാൽ ആണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റും ഒരു എഡ്യൂക്കേഷൻ റിഫോമറും കൂടിയാണ് കേട്ടോ. അടുത്തത് ഇതിൻ്റെ കീ പോയിൻ്റ്, NCFൻ്റെ കീ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ NCF 2005 കീ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, അല്ലേ? ബേർഡൻ എന്ന് പറഞ്ഞാൽ ഭാരം കൂടാതെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് 2005 NCFൻ്റെ മെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് NCF 2005, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടറ്റിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാം. ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കും, അല്ലേ? അതായത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബേർഡൻ കൂടാതെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പഠിക്കുന്നതാണ്, നോട്ട് മെമ്മറൈസേഷൻ. ഇവിടെ റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സേ ഇല്ല. ഇവിടെ ഉള്ളത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കും. ഫോക്കസ് ഓൺ learning by understanding, not memorization. Learning should be joyful and stress free. അതായത് ജോയ്ഫുൾ ആയിരിക്കണം, അതുപോലെ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അടുത്തത് ലേണിംഗ് ബിയോണ്ട് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ബിയോണ്ട് ദ ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്ലാസ് റൂമിന് പുറത്ത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പഠനമാണ് വേണ്ടത്. ഓക്കെ, ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ആക്ടിവിറ്റീസ്, പ്രൊജക്ട്സ്, ഫീൽഡ് വിസിറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ലേണിംഗ് ബിയോണ്ട് ദ ക്ലാസ് റൂം. കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ. അതായത് നമ്മൾ നോളജിനെ സ്കൂളിന് പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യണം. പ്രാക്ടിക്കൽ നോളജിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റുഡൻറ്റ് ഷുഡ് സീ ദ ലിങ്ക് ബിറ്റ്വീൻ സ്കൂൾ സബ്ജക്റ്റ് ആൻഡ് റിയൽ ലൈഫും അതുപോലെ സ്കൂൾ സബ്ജക്റ്റുമായിട്ടുള്ള ഒരു ലിങ്ക് കുട്ടികൾ അവിടെ കാണണം, അല്ലെങ്കിൽ ഒരു ലിങ്ക് അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് കരിക്കുലം ഫ്ലെക്സിബിലിറ്റിയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ, കരിക്കുലം ഭയങ്കര സ്ട്രെസ് ഇല്ലാതെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി കരിക്കുലമായിരിക്കും NCF 2005 ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്. ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികൾ നമ്മുടെ ലോകത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ ലേണേഴ്സ് ഉണ്ടാകും. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സിനെ ഷുഡ് ബി കൺസിഡേർഡ്, നമ്മൾ അവരൊക്കെ കൺസിഡർ ചെയ്യണം. ലോക്കൽ നീഡ്സ് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. അതാണ് കരിക്കുലം ഫ്ലെക്സിബിലിറ്റി. ഇനി ലേണിംഗ് വിത്തൗട്ട് ഫിയർ, അല്ലേ? ഫിയർ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയണം. നോ പ്രഷർ ഓൺ ചിൽഡ്രൻ. സ്കൂൾ ഷുഡ് ബി ചൈൽഡ് ഫ്രണ്ട്ലി ആൻഡ് നോൺ ത്രെട്ടണിങ്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂൾസ് ആയിരിക്കണം, അതുപോലെ തന്നെ നോൺ ത്രെട്ടണിങ്ങും ആയിരിക്കണം, അല്ലെ? ഭീഷണിയൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്.
അടുത്തത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചാണ് അല്ലേ. കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്റ്റുഡൻസ് ആണ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അല്ലേ, ബിൽഡ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് ആരാണ്? സ്റ്റുഡൻസ് ആണ്. അവിടെ ടീച്ചർ എന്താണ്? ടീച്ചർ ആക്ട്സ് ആസ് എ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ടാണ് ഇവിടെ ടീച്ചറും ആക്ട് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു ലെക്ചറർ അല്ല അവിടെ വേണ്ടത്. ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് നൽകി അവിടെ സ്റ്റുഡൻസ് ആണ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് കേട്ടോ ഓഫ് NCF 2005. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കിക്കേ. കണക്ട് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഒബ്ജക്റ്റീവ്സിലുള്ളതൊക്കെ തന്നെയാണ്. നോളജ് സ്കൂളിൻ്റെ അപ്പുറത്തേക്കുള്ളതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം നമ്മളെ നോളജിനെ. അതായത് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് പഠിക്കാനും. അതുപോലെ ലേണിംഗ് ബിയോണ്ട് ദ ക്ലാസ് റൂം. സ്റ്റുഡൻറ്റ് ഷുഡ് സീ ദ ലിങ്ക് ബിറ്റ്വീൻ സ്കൂൾ സബ്ജക്റ്റ് ആൻഡ് റിയൽ ലൈഫ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഷിഫ്റ്റ് ഫ്രം റോട്ട് ലേണിംഗ് ടു അണ്ടർസ്റ്റാൻഡിങ്. റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെമ്മറൈസേഷൻ ആണ് അല്ലേ, കാണാപാഠം പഠിച്ച് വെക്കുന്നതാണ്. അതല്ല NCF പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ റോട്ട് ലേണിങ്ങിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കരിക്കുലം ഫ്ലെക്സിബിൾ ആൻഡ് ലോക്കലൈസ്ഡ് ആയിരിക്കണം. ലേണിംഗ് വിത്തൗട്ട് ഫിയർ, മൾട്ടി ലിംഗ്വലിസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. മൾട്ടി ലിംഗ്വലിസം, നമ്മുടെ അതായത് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് നമുക്കറിയണം. മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ മദർ ടങ്ങും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ പ്രീ പ്രൈമറി മുതൽ നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ ഹോം ലാംഗ്വേജിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് മേജർ കീ ഏരിയാസ് ഓഫ് NCF 2005. കരിക്കുലം ആൻഡ് സ്കൂൾ എൻവയോൺമെൻറ്റ് അല്ലേ. കരിക്കുലം ആൻഡ് സ്കൂൾ എൻവയോൺമെൻറ്റ്, അതുപോലെ കരിക്കുലം ഫ്ലെക്സിബിൾ ആയിരിക്കണം. സ്കൂൾ എൻവയോൺമെൻറ്റ് ചൈൽഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അതുപോലെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താണ്? കരിക്കുലം ആൻഡ് സ്കൂൾ എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കണം? ക്രിയേറ്റ് എ സ്ട്രെസ് ഫ്രീ ആൻഡ് ജോയ്ഫുൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം. മേക്ക് ദ സ്കൂൾ എ പ്ലേസ് വെർ ചിൽഡ്രൻ ലവ് ടു കം. കുട്ടികൾക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസായി ഉണ്ടാക്കിയെടുക്കണം. റെഡ്യൂസ് അക്കാഡമിക് പ്രഷർ ആൻഡ് ഫിയർ എമംഗ് ചിൽഡ്രൻ. കുട്ടികളുടെ അക്കാഡമിക് പ്രഷറും കുട്ടികൾക്കിടയിലുള്ള അക്കാഡമിക് പ്രഷറും അതുപോലെ എന്താണ് ഫിയറും റെഡ്യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് കരിക്കുലം സ്കൂൾ എൻവയോൺമെൻറ്റിൽ വരിക. എന്താണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്? പ്രൊമോട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കണം. എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. ഷിഫ്റ്റ് ഫ്രം റോട്ട് ലേണിംഗ്, അതായത് റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യില്ലേ, ജസ്റ്റ് കാണാപ്പാഠം പഠിച്ച് വെക്കുക, അതിൽ നിന്നും മീനിങ് ഫുൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറണം. അടുത്തത് അസസ്മെൻറ്റ് ആൻഡ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം? മാർക്ക് ബേസ്ഡ് എക്സാംസിൽ നിന്നും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിലേക്ക് മാറണം. മൂവ് ഫ്രം മാർക്സ് ബേസ്ഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാംസിൽ നിന്നും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിലേക്ക് മാറണം. ഫോക്കസ് ഓൺ ലേണിംഗ് പ്രോഗ്രസ്, നോട്ട് ജസ്റ്റ് ഫൈനൽ എക്സാംസ്. നോട്ട് ജസ്റ്റ് ഫൈനൽ എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ലേണിംഗ് പ്രോഗ്രസ്സിൽ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അസസ് തിങ്കിങ് എബിലിറ്റി, സ്കിൽസ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, നോട്ട് ജസ്റ്റ് മെമ്മറി. അടുത്തത് സിസ്റ്റമിക് റിഫോംസ്. എന്താണ് സിസ്റ്റമിക് റിഫോംസ് എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് കരിക്കുലത്തിലും ടെക്സ്റ്റ് ബുക്സിലും ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് കരിക്കുലം, ടെക്സ്റ്റ് ബുക്സ്, ടീച്ചിങ് ട്രെയിനിങ്, അതിലൊക്കെ എന്തായിരിക്കണം? ആ ഒരു ചേഞ്ച് അല്ലേ, സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷനിൽ ചേഞ്ച് ഉണ്ടാവണം. എപ്പോഴും ഒരേ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യാതെ അതിലൊക്കെ റിഫോംസ് കൊണ്ടുവരണം. എംഫസൈസ് ഇൻക്ലൂഷൻ, അതായത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ നമുക്കിടയിലുണ്ടാകും, അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. സ്കൂൾ ഷുഡ് റെസ്പെക്റ്റ് ഡൈവേഴ്സിറ്റി അല്ലേ. ഡൈവേഴ്സിറ്റി, ലാംഗ്വേജിൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവും, കൾച്ചറിൽ ഉണ്ടാവും, ലേണിംഗ് എബിലിറ്റീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് അവരൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം അല്ലെങ്കിൽ സിസ്റ്റമിക് റിഫോംസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ കീ ഏരിയാസ് ഓഫ് NCF 2005. അടുത്തതായിട്ട് നമുക്ക് NCFൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു NCF 2005, നോളജ് ഷുഡ് ബി കണക്റ്റഡ് ടു, അതായത് NCF 2005 NCF പ്രകാരം നോളജ് ഷുഡ് ബി കണക്റ്റഡ് ടു ടെക്സ്റ്റ് ബുക്സ് ഓൺലി, എക്സാംസ് ഓൺലി, ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ, ഹോംവർക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഏതായിരിക്കും ആൻസർ വരിക? ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ.
അടുത്തത് NCF 2005 റെക്കമെൻഡ്സ് വിച്ച് അപ്രോച്ച് ഇൻ ലേണിംഗ്. ഏത് അപ്രോച്ച് ലേണിംഗ് ആണ് 2005 NCF റെക്കമെൻഡ് ചെയ്യുന്നത്? ഏതാണ്? റോട്ട് ലേണിംഗ് ആണോ? അല്ല. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, മെമ്മറൈസേഷൻ, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഓപ്ഷൻ ബി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. Which one is the correct order of the new education structure proposed by NCF 2023? 2023 ഏത് എഡ്യൂക്കേഷൻ സ്ട്രക്ചറാണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നാണ്. അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 5+3+3+4 ആണ്. അതെങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. 5 എന്ന് പറയുന്നത് 5 വയസ്സിൽ നമ്മൾ ചേർക്കുന്ന കുട്ടികൾ, അതായത് 5 ഇയേഴ്സ്, 5 വർഷമാണ്. അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ ടു ക്ലാസ് 2 വരെ. അതാണ് ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതാണ്? 2023 ഇത് 5+3+3+4 ആണ്. അതിൽ 5 എന്ന് പറയുന്ന 5 ഇയേഴ്സാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, അതായത് പ്രീ സ്കൂൾ ടു ക്ലാസ് 2 വരെ. അടുത്ത 3 വരുന്നത് 3 ഇയേഴ്സാണ്, അതായത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ക്ലാസ് 3 to 5. അടുത്ത 3 വരുന്നത് 3 വയസ്സെന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജാണ്. മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്ന ക്ലാസ് 6 മുതൽ 8ാം ക്ലാസ് വരെ. അടുത്ത 4 വരുന്നത് 4 വർഷത്തെ സെക്കൻഡറി സ്റ്റേജാണ്, 9 മുതൽ 12 വരെ. അപ്പോൾ ഇതാണ് ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ പ്രപ്പോസ്ഡ് ബൈ NCF 2000. അപ്പോൾ ഇതാണ് ന്യൂ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ പ്രപ്പോസ്ഡ് ബൈ NCF 2023. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. 4th എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു NCF 2005 ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ദ പ്രൈമറി ലെവൽ ഷുഡ് ബി. ഏതായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രൈമറി ലെവലിൽ? ഏതായിരിക്കണം? മദർ ടങ് ഓർ ഹോം ലാംഗ്വേജ് ആയിരിക്കണം. അടുത്തത് വിച്ച് NCF ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പാർട്ടാണ്. ഏതാണ്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്നത് NCF 2005. അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ അക്കോർഡിംഗ് ടു NCF? ഫ്രണ്ട്, ഫെസിലിറ്റേറ്റർ ആൻഡ് ഗൈഡ്. ഇത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. അടുത്തത് NCF 2005 എൻകറേജസ് അസസ്മെൻറ്റ് ദാറ്റ്. അതെന്തായിരിക്കണം? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ആയിരിക്കണം, ജസ്റ്റ് മാർക്ക് ബേസ്ഡ് അല്ല അല്ലേ. 8ാമത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആർ ഹൈലി സ്ട്രെസ്ഡ് ഇൻ ബോത്ത് NCF 2005 NCF 2023 ഇത് ഹൈലി സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എൻകറേജ്? ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്? ഇൻക്ലൂസീവ് ആണ് അല്ലേ, അതായത് എല്ലാ ടൈപ്പ് കുട്ടികളെയും കൺസിഡർ ചെയ്തുകൊണ്ട്. ഹു ഹെഡഡ് ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്? NCF 2005 ഹെഡഡ് ചെയ്തത് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരായിരുന്നു? പ്രൊഫസർ ഡോക്ടർ യശ്പാൽ അല്ലെങ്കിൽ ഡോക്ടർ യശ്പാൽ എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റും എഡ്യൂക്കേഷൻ റിഫോമറും കൂടിയാണ്. The focus of NCF 2005 is to connect the knowledge, real life experience. അല്ലേ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് NCF 2005. Which of the following is not an important aim of NCF 2005? NCF 2005 ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എയിം ഏതാണ്? റെഡ്യൂസിങ് ദ സ്ട്രെസ് ഇൻ എഡ്യൂക്കേഷൻ, അതൊരു എയിമാണ് അല്ലേ. പ്രൊമോട്ടിംഗ് ജോയ്ഫുൾ ലേണിംഗ്, അതൊരു എയിമാണ്. എൻകറേജിങ് മെമ്മറൈസേഷൻ, അതാണോ? കണക്റ്റിംഗ് നോളജ് വിത്ത് ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ, ഇതിൽ ഓപ്ഷൻ സി ആണ് അല്ലേ. അതൊരു എയിം അല്ലല്ലോ. മെമ്മറൈസേഷനെ അത് എൻകറേജ് ചെയ്യിപ്പിക്കുന്നില്ല അല്ലേ. റോട്ട് ലേണിങ്ങോ ഇല്ല, ജസ്റ്റ് മീനിങ് ഫുൾ ലേണിങ്ങുമാണ്. Which is the feature of the systemic reforms suggested in NCF 2005? ഏതാണ് വരിക? standardizing all schools, making education rigid, providing flexibility and inclusiveness, promoting only English medium education. ഏതാണ്? providing flexibility and inclusiveness. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിന് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്